ഇപ്പം മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നതിനാണ് ഇവിടുത്തെ കുഴപ്പം. വേറെ എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ കറക്റ്റായിട്ടാണ് പോണത്. ഒരു കാര്യം പറയട്ടെ, ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾക്ക്, രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഒരു ആശ്വാസമാണ് എല്ലാ ദിവസവും 11:30 അടുപ്പിച്ച് വിളമ്പുന്ന ഈ ഒരു പൊതിച്ചോറ്. പല വീടുകളിൽ നിന്ന് കിട്ടുന്ന പൊതിച്ചോറുകളെ സ്വീകരിച്ച് അത് പെട്ടികളിലാക്കി കിലോമീറ്ററുകൾ താണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വന്ന് ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ അവിടെ അത് വ്യക്തമായി നല്ല വെടിപ്പോടുകൂടി വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറയുന്ന മെഡിക്കൽ കോളേജിനകത്ത് പൊതിച്ചോറ് വിതരണം നടക്കത്തില്ല, പറ്റത്തില്ല. ഇന്ന് ആരോഗ്യമന്ത്രി ആ പറഞ്ഞതിന് വിശദീകരണവുമായിട്ട് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. കാരണം എന്താണ്? ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. എന്തെങ്കിലും വന്ന് മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ വിളമ്പുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയുന്നത് അടിപൊളിയായിരിക്കും. ഡിവൈഎഫ്ഐയുടെ ഒരു കൊടി ആശുപത്രിക്കകത്ത് എവിടെയെങ്കിലും കാണുമ്പോൾ ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? ഇന്ന് എനിക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട്, ഇന്ന് എനിക്ക് വയറ് വിശന്നിരിക്കണ്ട എന്നുള്ളതാണ്. ഒരു പ്രത്യാശയാണ്, ഒരു പ്രതീക്ഷയാണ്. മെഡിക്കൽ കോളേജിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്നും ആരോഗ്യമന്ത്രിക്ക് കാണണ്ട. ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. വേറെ ഒന്നുമല്ല സംഭവം. പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പൊതിച്ചോറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പൊളിറ്റിസൈസ് ചെയ്യരുത്. എന്താണ് ഈ പൊളിറ്റിസൈസ്? ഡിവൈഎഫ്ഐയുടെ ആ ചുമന്ന നക്ഷത്രമണിഞ്ഞ ഒരു കൊടിയാണ് ഇവിടുത്തെ പ്രശ്നം. അത് വെക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഒരു കൊടിയാണ് അവിടുത്തെ പ്രതീക്ഷ. വർഷങ്ങളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കൊടുത്ത് നല്ലൊരു പേരും പ്രശസ്തിയാക്കി എടുത്തിട്ടുണ്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി. പിന്നെ നിങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും, ഭക്ഷണം ആവശ്യമുള്ളവർക്ക് അവിടെ വന്ന് മേടിക്കാമെന്ന്. ഡിവൈഎഫ്ഐ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ 20-ഓ 30-ഓ മേടിച്ചു കഴിഞ്ഞാലും ആ പൈസ ആയാലും അവിടെ കൊടുക്കണ്ടേ? ഇനി നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുമെന്നാണ്, നിങ്ങളൊരു പുതിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ആദ്യം 1 വർഷം നിങ്ങളത് മര്യാദയ്ക്ക് ചെയ്ത് കാണിക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ പറഞ്ഞ രീതിക്കുള്ള കാര്യങ്ങൾ അംഗീകരിക്കാം. പക്ഷെ അതിനു മുമ്പ് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നത് നിർത്തണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റി തുടങ്ങുന്നൊക്കെ പറഞ്ഞു ഞാനൊന്നും അംഗീകരിച്ച് തരാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ആർക്കും. കാരണം അതൊരു എന്താ പറയുക, ഒരു ഇമോഷനാണത്, മനസ്സിലായില്ലേ? ഒരു നേരത്തെ ആഹാരം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇമോഷനാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഈ ഒരു കാര്യം എത്തി എന്നുള്ളത് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈഎഫ്ഐ കൊടുക്കുന്ന ആ ഒരു പൊതിച്ചോറിന് നല്ലൊരു വാല്യൂ ഉണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതിനെ ഈ അടിച്ചു നമർത്താൻ ശ്രമിക്കുന്നതൊക്കെ വളരെ മോശമായ കാര്യമാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിവൈഎഫ്ഐയുടെ കൊടി അവിടെ കാണുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. കാരണം അത് പലരുടെയും മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിയ ഒരു കാര്യമാണ്. മോശമാണ് ഇതൊക്കെ. മെഡിക്കൽ കോളേജിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് മാറ്റാൻ റെഡിയാക്കാനായിട്ട്. മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന എത്ര രോഗികൾക്ക് മര്യാദയ്ക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട്? മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന എത്ര രോഗികൾക്ക് കാര്യമായ ഡോക്ടറുടെ സേവനം ലഭിക്കുന്നുണ്ട്? ഒരു എമർജൻസി ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാഷ്വാലിറ്റി ഡോക്ടറെ കണ്ട് മടങ്ങുന്നതല്ലാതെ, ഓപ്പറേഷനിലേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നതല്ലാതെ നല്ലൊരു ഡോക്ടർ വന്ന ആ ഒരു കേസൊന്നും ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളിൽ നിന്നുള്ള ഫോൺ കോളുകൾ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഫോണിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ മര്യാദയ്ക്ക് ഒരു ഡോക്ടർ സേവനം ആ ഹോസ്പിറ്റലിൽ ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി മെഡിക്കൽ കോളേജിലെ ഹൈജീനെ പറ്റി പറയാം. എത്ര സ്ഥലം നല്ല ഹൈജീനായിട്ട് സൂക്ഷിക്കുന്നുണ്ട്? കേരളത്തിലെ ഏറ്റവും വലിയൊരു ഹെൽത്ത് സെന്ററാണ്, ഹൈ ഹെൽത്ത് സെന്ററാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് തന്നെ ചെയ്യാറുണ്ട്. ആദ്യം അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നു.